കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മലയാളി പ്രേക്ഷകർ ആഘോഷിച്ച ഒരു വിവാഹം തന്നെയായിരുന്നു നയനയുടെയും നയനയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഗോകുലിൻ്റെയും. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുത്ത ഈ വിവാഹം വളരെ പെട്ടെന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും ഏറ്റെടുത്തത്. ക്രിസ്ത്യാനി പെൺകുട്ടിയായ നയന ഹിന്ദു പയ്യനായ ഗോകുലിനെ വിവാഹം കഴിക്കുന്നതിൽ ആദ്യം വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നുവെങ്കിലും പിന്നീട് അവർ നയനയുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നയനയ്ക്കും ആശംസകൾ അറിയിക്കുന്നു. നയനോടൊപ്പമുള്ള സ്നേഹവും പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. ഇപ്പോഴിതാ താൻ ക്രിസ്ത്യാനിയായി ജീവിച്ചിരുന്നപ്പോൾ കാണാത്ത പലതും താൻ ഇപ്പോൾ കാണുന്നുവെന്നും അതിൽ താൻ വളരെയധികം തന്നെ സന്തോഷവതിയാണെന്നും അറിയിച്ചിരിക്കുകയാണ് നയന. ഇപ്പോൾ ഗോകുൽ മലയ്ക്ക് പോകാൻ പോകുന്നു. എന്നാൽ അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ചടങ്ങുകളുമൊക്കെ അടുത്തുനിന്ന് കാണുന്നതിൻ്റെ സന്തോഷത്തിലാണ് നയന. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ അടുത്തു നിന്ന് കാണുന്നത്. സിനിമകളിലും അല്ലാതെയൊക്കെ ദൂരെയും കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ അടുത്തു നിന്ന് ഇതെന്താണ് ശരിക്കുമെന്ന് അറിയാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ എന്നാണ് ഞാൻ ദൈവത്തിനോട് തൊഴുതു പറയുന്നത്. അമ്പലത്തിനുള്ളിൽ കയറി അതെല്ലാം കാണാനും പ്രാർത്ഥിക്കാനും ഗോകുലിന് വേണ്ടി പ്രാർത്ഥിക്കാനുമൊക്കെ തനിക്ക് അവസരം ലഭിച്ചല്ലോ എന്നതിൽ സന്തോഷവതിയാണ് ഞാൻ. ഇത്രയും വർഷം ഞാൻ ഇങ്ങനത്തെ ചടങ്ങുകളെക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല. ചുമ്മാ ശബരിമലയ്ക്ക് പോകുന്നു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ അതിപ്പോൾ അങ്ങനെ അല്ലെന്ന് മനസ്സിലായി. വ്രതം നോറ്റ് ചടങ്ങുകൾ ചെയ്ത് വളരെ കൃത്യമായ രീതിയിൽ ഭക്തിപൂർവമാണ് ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അത് എൻ്റെ ഭർത്താവ് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്രയും നാളും ക്രിസ്ത്യാനിയായി ജീവിച്ചത് കൊണ്ട് തന്നെ അത് പലതും അറിയാൻ സാധിച്ചിരുന്നില്ല. പ്രേക്ഷകർ അത് സംസാരിക്കുന്നുണ്ട്. ഓരോ തവണയും ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട്. ആരാധകരോട് തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർ വളരെ കൃത്യമായി അറിയുന്ന ഒരു കാര്യം കൂടിയായി ഇത് മാറുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇത് നല്ലൊരു വാർത്തയായി മാറുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും നയനെ പ്രശംസിക്കുന്നു. സ്വന്തം മതം മാത്രമല്ല മറ്റുള്ള മതത്തിലെ കാര്യങ്ങളൊക്കെ അറിയുന്നതും വളരെ നല്ല കാര്യമാണ്. ആരാധകരും ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന കാര്യം കൂടിയാണ് എന്ന് പറയുന്നു. നയനയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ എത്തുന്നുണ്ട്. നയനയുടെ വിവാഹം കഴിഞ്ഞപ്പോഴേ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വിവാഹം സമ്മതിപ്പിക്കാൻ പ്രയാസമായിരുന്നു എന്നൊക്കെ. എന്നാൽ പ്രയാസമായിരുന്നു എന്ന് നയന പറഞ്ഞെങ്കിലും അവസാനം അവരെല്ലാം സമ്മതിച്ചത് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് നയന പറയുന്നു. നമ്മൾ ഇത്രയും നാളും ജീവിച്ചിരുന്ന പോലെയല്ല ഇപ്പോൾ ചടങ്ങുകളെല്ലാം, വളരെ വ്യത്യാസമാണ്. അതിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. ഇതൊക്കെ അടുത്തുനിന്ന് കാണാൻ സാധിച്ചു എന്നതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷവതി എന്ന് നയന കൂടുതൽ വാക്കുകൾ കൊണ്ട് കൂട്ടിച്ചേർത്ത് പറയുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.